ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ, ഇങ്ങനെ പല വീടുകളിൽ നിന്നും പല സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളെ എല്ലാവരെയും കർത്താവ് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നതിന് പിന്നിൽ കർത്താവിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഉദ്ദേശത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ദൈവത്താൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവപ്രവർത്തികൾ ഈ ഭൂമിയിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യുവാനുള്ളൊരു പ്രത്യേകമായ അഭിഷേകത്താൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വലിയ ദൈവപ്രവർത്തികളായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒക്കെ കർത്താവ് തീർക്കുവാനായിട്ട് പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നൊരു കീ സ്പോൺസറാണ് കാഞ്ഞിരക്കുളം എന്ന സ്ഥലത്തു നിന്ന് ലീന ലാലാണ്. താങ്ക് യു സിസ്റ്റർ ലീന. മെയ് 10 മാതാപിതാക്കളുടെ 48ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ലാൽകുമാറിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, മകൾ ഐശ്വര്യയ്ക്ക് ജോലി ലഭിക്കുവാൻ, മകൾ ലാവണ്യയ്ക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ, കർത്താവെ, സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ ഇവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനകത്ത് എല്ലാവരുടെ മേലും ആരോഗ്യമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. ശത്രുവിൻ്റെ വാതായനങ്ങളെ ഞാനിപ്പോൾ അടച്ചു കളയുകയാണ്. താങ്ക് യു ജീസസ് ലോർഡ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. ഇന്നത് സ്പോൺസർ ചെയ്ത ലീനയോടുള്ള പ്രത്യേകമായുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം. അത് ഓൺലൈനായിട്ട് വരുന്നൊരു പ്രോഗ്രാമാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ നിങ്ങളെല്ലാവരും ലൈവിലുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുശേഷം അടുത്ത ആഴ്ചയിൽ നടക്കുന്ന ജെൻസി ഒരു ക്യാമ്പ്, ഒരു 1 ഡേ ക്യാമ്പ് നടക്കുകയാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്. ആ കുട്ടികൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അവരിൽ സ്ഥാപിതമാകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഏജിലുള്ള കുട്ടികളിൽ പലപ്പോഴും പിശാചിൻ്റെ പല പദ്ധതികളും സ്ഥാപിക്കുവാൻ പിശാച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് അയക്കുക. ദൈവ പദ്ധതികൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിതമായി തീരട്ടെ. ഹല്ലേലൂയ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇടർച്ചയെക്കുറിച്ചുള്ള നമ്മുടെ പഠനം ഏകദേശം ഈ വീക്കെൻഡോടുകൂടെ തീരുകയാണ്. ഈ 2 വീക്സ് കൊണ്ട് ഏകദേശ രൂപം ഇതിനെക്കുറിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഇതിനെല്ലാം പുറത്തു വന്ന് തുറന്ന ഒരു വ്യക്തിത്വമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും പുതിയ പുതിയ തലങ്ങൾ ഓപ്പൺ ചെയ്ത് വളരാനുമൊക്കെ ഇതിലൂടെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് കടക്കാം. ഈ ആഴ്ചയിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടുള്ള ഇടർച്ച, മനുഷ്യരോടുള്ള ഇടർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഇടറുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 8 10 കാര്യങ്ങളെന്തോ ഞാൻ പറഞ്ഞു. 11ാമത്തേതാണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. അധികം സമയം കളയാതെ വേഗത്തിൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. The 11th one is the cross is an offense to many. ക്രൂശ് ഒത്തിരി പേർക്ക് ഇടർച്ചയാണ്. ക്രൂശ് അനേകർക്ക് ഇടർച്ചയായി മാറുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 11. ബ്രദേഴ്സ്, ഇഫ് ഐ എം സ്റ്റിൽ പ്രീച്ചിങ് സർക്കംസിഷൻ, why am I still being persecuted? In that case, the offense of the cross has been abolished. ക്രൂശിൻ്റെ ഇടർച്ച എന്ന് പറയുന്ന ഒന്നുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശ്, അതിൻ്റെ സിമ്പൽ ഒത്തിരി ക്രിസ്ത്യാനികൾ മാലയിൽ തൂക്കി ഇവിടെ ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്. അതുപോലെ ക്രൂശ് പള്ളികളിൽ, സെമിത്തേരികളിൽ, ഒത്തിരി സ്ഥലങ്ങളിലും ക്രൂശ് വയ്ക്കാറുണ്ട്. പല ജംഗ്ഷനുകളിലൊക്കെ ഇങ്ങനെ കുരിശ് വെച്ച് പലതും ചെയ്യാറുണ്ട്. കുരിശ് ആ രീതിയിൽ
കുറേയധികം വിശ്വാസികളൊക്കെ ഓണർ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ക്രൂശ് ഒരു ഇടർച്ചയാണ്. അതവർക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ക്രൂശിൻ്റെ മാർഗം ഒത്തിരി പേർക്ക് ഫൂളിഷ്നെസ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്തരമായി തോന്നുമ്പോൾ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രൂശിലാണ് പക്ഷേ എല്ലാം ദൈവം ചെയ്തിരിക്കുന്നത്. ഒരു ഡിവൈൻ എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതിലാണ് ദൈവത്തിൻ്റെ ഒരു കൈമാറ്റം നടക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള എല്ലാ എക്സ്ചേഞ്ചും നടക്കുന്നത് ഈ ക്രൂശിലാണ്. ഈ ക്രൂശ് ഒത്തിരി പേർക്ക് ഇടർച്ചയാകുമ്പോൾ പൗലോസ് പറയുന്നത്, എനിക്ക് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാനിടയാകരുത്. അതിനെ പറയുന്നത് ദ ബോസ്റ്റ് ഓഫ് ദ ക്രോസ്, അല്ലെങ്കിൽ ബോസ്റ്റിംഗ് ഇൻ ദ ക്രോസ്. ക്രൂശിലാണ് പ്രശംസ. ആ ക്രൂശ് മുഖാന്തരമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ക്രൂശ് മുഖാന്തരമാണ് എനിക്ക് സൗഖ്യം. ക്രൂശ് മുഖാന്തരമാണ് എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്, വിടുതലുണ്ടാകുന്നത്, അനുഗ്രഹം ഉണ്ടാകുന്നത്, എൻ്റെ ശാപം മാറുന്നത്, എല്ലാം അതിലാണ് കിടക്കുന്നത്. ഇത് മനസ്സിലാക്കാത്തവർക്കാണ് ഇത് ഭോഷത്വമായി തോന്നുന്നത്. പക്ഷെ ആ ക്രൂശിൽ ഒത്തിരി പേര് ഇടറിപ്പോകുന്നു. നമുക്കത് സംഭവിക്കരുത്. അപ്പോൾ ക്രൂശിൻ്റെ വചനം, ഉദാഹരണത്തിന് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. അങ്ങനെ ആ ക്രൂശിൽ മരിച്ച യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് മണ്ടത്തരമാണ്. കാരണം ഒരു റാഷണൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. 2000 വർഷം മുമ്പ് ഏതോ ഒരാൾ ക്രൂശിൽ മരിച്ചു എന്നതുകൊണ്ട് എൻ്റെ പാപങ്ങൾ എങ്ങനെ പോകുന്നത്? എൻ്റെ നേച്ചർ ഇങ്ങനെ ഇരിക്കുമല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണും. സോ we should be very, very, very careful. 12. For some people, baptism is an offense. അടുത്തത്, സ്നാനം ഒത്തിരി പേർക്ക് ഇടർച്ചയാണ്. കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാണ്, ബൈബിൾ വായിക്കാൻ തയ്യാറാണ്, കൂട്ടായ്മയിൽ വരാനും തയ്യാറ്. പക്ഷേ സ്നാനത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കരമായ ഒരു ഇടർച്ചയുണ്ടാകും. ഒരു സിനേറിയോ ബൈബിൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 29-30 വചനങ്ങളാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? All the people, even the tax collectors, when they heard Jesus' words, acknowledged that God's way was right, because they had been baptized by John. But the Pharisees and experts in the law rejected God's purpose for themselves because they had not been baptized by John. എന്നാൽ ജനമൊക്കെ ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഇതൊരു ഭയങ്കര സംഭവമാണ്. അന്നും ഇന്നും യോഹന്നാൻ്റെ സ്നാനത്തിൻ്റെ കാലത്തും യേശു കർത്താവിൻ്റെ കാലത്തുള്ള സ്നാനവും അപ്പസ്തോലന്മാർ സ്നാനം കഴിപ്പിച്ചു, ഇങ്ങനെ ഏത് സ്നാനം എടുത്താലും സ്നാനം ഒത്തിരി പേർക്ക് ഭയങ്കരമായ ഇടർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ സ്നാനത്തിൽ ആളുകൾ ഇടറിപ്പോകും. എന്തിനാ വെള്ളത്തിൽ മുങ്ങുന്നത്? ചിലർ പറയും ചെറുപ്പകാലത്ത് മുങ്ങിയതല്ല. ചിലർ ഇതിനെന്താ അർത്ഥം? ദിസ് ഇസ് മീനിങ്ലെസ്. ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഈ വെള്ളത്തിൽ മുങ്ങുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്തിനാ വെള്ളത്തിൽ മുങ്ങും? ചിലർ പറയില്ല യേശുവിൻ്റെ നാമത്തിലാണ്, ചിലർ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലാണ് മുക്കേണ്ടതെന്ന്, ചിലർ പറയും തൃത്വനാമത്തിലാണ് മുക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പൊല്ലാപ്പ് ഈ സ്നാനം എന്ന ഒറ്റ കാര്യത്തിൽ പിശാച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? ദൈവം വെച്ച ഒരു സിമ്പിൾ ഒബീഡിയൻസിനുള്ള ഒരു കാര്യം പിശാച് അതിനെ അതിഭീകരമാക്കി മാറ്റി, അതിനെ മതം മാറ്റത്തിനുള്ളൊരു ഉപാധിയാക്കി ഒക്കെ മാറ്റി. അതുകൊണ്ട് സ്നാനത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കർത്താവായ യേശുവിൽ വിശ്വസിച്ച ശേഷം, ഇതിനെ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്, യേശുവിൽ വിശ്വസിച്ച ശേഷം നിങ്ങൾ സ്നാനപ്പെട്ടില്ല, പക്ഷെ കൂട്ടായ്മകളിലൊക്കെ പോകുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട അനുഭവമുണ്ട്, ഇതെല്ലാം ഉണ്ട്. സ്നാനത്തിൻ്റെ ഉപദേശം വരുമ്പോൾ തന്നെ BP കൂടുകയോ എന്തൊരു ടെൻഷൻ വരുന്ന പോലെയോ എന്തൊരു അതിനോടൊരു വിരക്തി വരുന്നത് പോലെ, അലർജി വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. കാരണം യേശു കർത്താവ് 30 വയസ്സിൽ
തൻ്റെ സൃഷ്ടിയായ സ്നാപക യോഹന്നനെ കൈകീഴിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം അത്രയും താഴ്മ കാണിച്ചെങ്കിൽ, ഹലോ, നമ്മളാരെങ്കിലും അതിലും വലിയ പുള്ളിയാകേണ്ട ആവശ്യമുണ്ടോ? അതിലും വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്നാനത്തിൽ അന്നത്തെ പരീശന്മാർ തുടങ്ങി വലിയ മതനേതാക്കന്മാരൊക്കെ ഇടറിപ്പോയി. എന്നാൽ മാനസാന്തരപ്പെട്ടവർ സ്നാനജലത്തിലേക്ക് ഇറങ്ങി. അവരുടെ മാനസാന്തരത്തിൻ്റെ റിസൾട്ട് എന്നതുപോലെ, അല്ലെങ്കിൽ മാനസാന്തരം വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ സ്നാനജലത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ചെറുതായിരുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ അന്ന് ശിശുവായിരുന്ന സമയത്ത് സ്നാനപ്പെടുത്തിക്കാണ്. അത് സ്ക്രിപ്ചറലി കറക്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യേശു പോലും 30-ാമത്തെ വയസ്സിൽ യേശു പോലും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടില്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിച്ച ശേഷം, തിരിച്ചറിവുണ്ടായി കർത്താവിൽ വിശ്വസിച്ച ശേഷം എപ്പോഴാണോ പ്രാപ്തിയാകുന്നത് ആ സമയത്താണ് സ്നാനം നടക്കേണ്ടത്. അതുകൊണ്ട് സ്നാനത്തിൽ ഇടറിപ്പോയ ആരെങ്കിലും ഞങ്ങൾ ഇന്ന പള്ളിക്കാരാണെന്നോ സഭക്കാരാണെന്നോ മതക്കാരാണെന്നോ കുടുംബക്കാരാണെന്നോ ഒക്കെ പറഞ്ഞ് സ്നാനത്തെ പുഷ് ചെയ്ത് മാറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അതിൽ സ്റ്റക്കാവരുത്. ഇനി കേട്ടോ, 13-ാമത്, ദ ഗ്രേറ്റസ്റ്റ് ഓഫൻസ് ഇൻ ദ വേൾഡ് ഈസ് ജീസസ്. ഓ മൈ ഗോഡ്, ഇത്രയൊക്കെ പറഞ്ഞു വന്നതിന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇടർച്ച നിങ്ങളല്ല, ഞാനല്ല, സുവിശേഷകന്മാരല്ല, ഈ ഭൂമിയിലുള്ള ആരുമല്ല, ദുഷ്ടന്മാരുമല്ല, നല്ലവരുമല്ല, യേശുവാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 28:16, Therefore thus says the Lord God, behold, I am laying in Zion for a foundation, a stone, a tested stone, a precious cornerstone of sure foundation. He who believes, that means trusts in, relies on, and adheres to that stone will not be ashamed, or give way or hasten away in sudden panic. ഇത് ആംപ്ലിഫൈഡ് വേർഷൻ എന്നാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ മലയാളം കൂടെ നമുക്കൊന്ന് നോക്കാം. എൻ്റെ മലയാളം ഇങ്ങനെയാണ്: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മുലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനം അല്ലെങ്കിൽ കല്ല് എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. ശോധന, ടെസ്റ്റഡ് സ്റ്റോണായിട്ട് ഒരു കല്ലിട്ടു. പക്ഷെ ആ കല്ല് പലർക്കും അങ്ങനെ കർത്താവ് കല്ലിട്ട് വെച്ചു. ഇനി 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 2:1, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, എന്ന് വെച്ചാൽ ജനിച്ചേ ഉള്ളൂ, പാവം എന്താണെന്നോ കള്ളം പറയുന്നത് എങ്ങനെയെന്നോ വേണ്ടാത്ത ചിന്തിക്കാൻ ഒന്നും പ്രാപ്തിയില്ലാത്ത ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കേട്ടോ, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇനിയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, എന്ന് വെച്ചാൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ഇത് യേശയ്യാവ് എഴുതിയത് വീണ്ടും കോട്ട് ചെയ്യുകയാണ്. സിയോനിലിടുന്ന ഈ കല്ല്, അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഇനി ശ്രദ്ധിക്കണം, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. ഹലോ, ഒത്തിരി പേർക്ക് വീട് പണിയുന്നവർ
ഒരു സൈറ്റിൽ വീട് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ പണിക്കാർ വന്നിട്ട് ചില കല്ലുകൾ ഇത് കൊള്ളില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞു, മൂലയിലേക്ക് തള്ളി. പക്ഷെ അത് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായിരിക്കും. അത് തന്നെ കോർണർ സ്റ്റോണായിട്ടിട്ടു. പക്ഷെ അതേ കോർണർ സ്റ്റോൺ, ഈ കോർണർ സ്റ്റോൺ ആണുള്ള സ്ട്രക്ചറിനെ മൊത്തം താങ്ങി നിർത്തുന്നത്. പക്ഷെ അതേ മൂലക്കല്ല് ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ പറയേണ്ടത്, ആ കല്ലിൽ തട്ടി ഒത്തിരി പേര് വീഴുകയാണ്. യേശു എന്ന പിതാവായ ദൈവമിട്ട കല്ലിൽ തട്ടി ഒത്തിരി പേര് വീഴുകയാണ്. അവർ വചനമനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. ഇവിടെയാണ് എന്താ സംഭവം. യേശു കർത്താവിനെ പിതാവായ ദൈവം ഇങ്ങോട്ട് അയച്ചു. തന്നിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പക്ഷെ ഒത്തിരി പേർക്ക് വിശ്വസിക്കാൻ തയ്യാറല്ല. ഒത്തിരി പേര് പറയുന്നത് യേശു മാത്രം, അങ്ങനെ ഒരു വഴിയുടെ ആവശ്യമൊന്നുമില്ല, പല പല വഴികളുണ്ട് ദൈവത്തിലുണ്ട്. ക്രിസ്ത്യാനികൾ പോലും പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. യോഹന്നാൻ 14:6 യേശു കർത്താവ് വ്യക്തമായി പറയുന്നു, വഴിയും സത്യം ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പക്ഷേ ചിലർ പറയുന്നത് അങ്ങനെ അല്ല. അപ്പം അന്നങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഏത് വഴിയിലൂടെ പോയാലും ദൈവത്തിലെത്തും, എല്ലാവരും സിയോനിൽ ദൈവത്തിലെത്തുന്നു എന്ന് വചനമുണ്ടല്ലോ. അങ്ങനെയൊക്കെ വചനം എടുത്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ വചനമനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടെന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. വാവ്! ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. എന്താണത്? യേശുവാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഇടർച്ച, നമ്മളാരുമല്ല. അതായത് അതൊരു തടങ്ങൽ പാറ പോലെയാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ അവനിൽ തട്ടി മറിഞ്ഞ് വീഴും. തടങ്ങൽ പാറ, ഇടർച്ചക്കല്ല് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നവരെല്ലാം ഇടറിപ്പോയി, അവർക്ക് നിത്യജീവൻ ഇല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തിൽ ഇടറിപ്പോകുന്ന ആളുകൾ എങ്ങനെ പുറത്തു വരാം? ഇതിൻ്റെ സൊല്യൂഷനിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. റിക്കവറി ഫ്രം ഫീലിംഗ് ഒഫൻഡഡ് ബൈ ഗോഡ്. ഇതിലാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പർ 1, ഗോഡ് ഈസ് ഓൾവേസ് റൈറ്റ്. ദൈവം എല്ലായ്പ്പോഴും ശരി മാത്രമേ ദൈവത്തിലുള്ളൂ. ദൈവം നല്ലവനാണ്. ദൈവം പറയുന്നതും ദൈവം ചിന്തിക്കുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം പ്ലാൻ ചെയ്യുന്നതും എല്ലാം ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. നമ്പർ 2, every single thing that comes from God is intended for a long-term benefit. ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് വരുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ലോങ് ടേം, ദീർഘനാളത്തേക്കൊരു പ്രയോജനം ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് ഇപ്പം എല്ലാം നടക്കണം. നമുക്ക് മെച്യൂരിറ്റി വളരെ കുറവാണ്. നമുക്ക് ക്ഷമിച്ചിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല, അവർ ദൈവത്തിൽ ഇടറിപ്പോകുന്നു. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ദൈവത്തിൽ ഇടറിപ്പോകുന്നു. നല്ലത് ചെയ്തു, തിരിച്ചിങ്ങോട്ട് ചീത്ത കിട്ടി. ഇങ്ങനെയെല്ലാം ആളുകൾ ഇടറിപ്പോകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു രീതി, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഒരു ലോങ് ടേം പ്ലാനാണുള്ളത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ 2025 2028 വരെ അല്ലെങ്കിൽ 38 വരെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്ലാനുകൾ നിത്യതയിലേക്ക് നീളുന്നു. അതിൻ്റെ ഒരു പീസിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു കൊച്ചു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിനാണ് മുഴുവനായുമുള്ളൊരു ബിഗ് പിക്ചർ ഉള്ളത്. ഇത് നമുക്കില്ല. അതുകൊണ്ട് ഷോർട്ട് സൈറ്റഡായിട്ട് നമുക്ക് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ടെൻഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ, എവേക്ക്
to righteousness and do not sin. For some do not have the knowledge of God. I speak this to your shame. ഈ 1 കൊരിന്ത്യർ 15:34 പറയുന്നത് ചിലർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ദൈവത്തിൽ ഇടറിപ്പോകാൻ കാരണം. ഒന്നുകൂടെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് ദൈവത്തിൽ നാം ഇടറിപ്പോകാൻ കാരണം. എല്ലാവരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒന്നുകൂടി പറയാൻ പോവുക. ഒന്ന് കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടണം. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല, നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട്, അതുകൊണ്ടാണ് നാം ദൈവത്തിൽ ഇടറിപ്പോകുന്നത്. കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇടറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, ട്രസ്റ്റ് ദ ലോർഡ് ഫുള്ളി. നമ്മൾ കർത്താവിൽ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ എല്ലാം മനസ്സിലായിട്ടൊന്നുമല്ല, എല്ലാത്തിനും വിശദീകരണമില്ല. മിക്കപ്പോഴും ദൈവം ദ വൈ പാർട്ട് തരാറില്ല. എന്തുകൊണ്ടിങ്ങനെ? കർത്താവ് വിശദീകരണമൊന്നും തരാറില്ല. നീ അങ്ങ് അനുസരിച്ചാൽ മതി. അങ്ങനെ അനുസരിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ദൈവത്തെ നമ്മൾ അല്ലാതെ തന്നെ വിശ്വസിക്കുന്നു, കണ്ടിട്ടല്ല. നമ്പർ 2, ഗെറ്റ് അലോങ് വിത്ത് ഗോഡ്. ദൈവമായി നിരപ്പ് പ്രാപിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തോട് ഏറ്റുപറയാനുള്ളത് ഏറ്റുപറയണം, അനുദപിക്കാനുള്ളത് അനുദപിക്കണം. അങ്ങനെ ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിക്കണം. നമ്പർ 3, പ്രേ, സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഗെറ്റ് എ ക്ലാരിഫിക്കേഷൻ. ഇത് കൂടാതെ നന്നായി പഠിച്ച്, വചനം പഠിച്ച് നല്ല വ്യക്തതയിലേക്ക് നമ്മൾ വരണം. വചനം പഠിച്ച് പഠിച്ച് വളർന്നു വരണം. അടുത്തത്, ഒബേ, ടേൺ ടു ദ റൈറ്റ് ഡിഗ്രി ഓഫ് ഗോഡ്സ് ഇൻസ്ട്രക്ഷൻ. ദൈവം നമുക്ക് തരുന്ന കൃത്യമായ ഡയറക്ഷനിലുള്ള ആ കാര്യങ്ങൾ നാം അനുസരിക്കാൻ തയ്യാറാകുക. ദൈവം എന്താണോ പറയുന്നത് അതനുസരിക്കാൻ തയ്യാറാകുക. അതിൽ നന്മയുണ്ടാകും. പെട്ടെന്നായിരിക്കണമെന്നില്ല, ദീർഘനാളിന് ശേഷമാകാം, പക്ഷെ അതിൽ നന്മയുണ്ടാകും. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്ന്, അതിഭയങ്കരമായൊരു സമാധാനം നമ്മുടെ അകത്ത് വന്നെന്നറിയും. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായി. ദൈവിക സമാധാനത്തെക്കുറിച്ചൊരു സീരീസ് ചെയ്തത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് കാണും. അപ്പോൾ അവിടെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഈ ബ്രോക്കൺ റിലേഷൻഷിപ്സാണ് സമാധാനം നഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ റിലേഷൻഷിപ്സ് റെഡിയായി കഴിഞ്ഞാൽ സമാധാനം തിരിച്ചു വരും. ദൈവവുമായുള്ള നിരപ്പുണ്ടായാൽ സമാധാനം തിരിച്ചു വരും. നമ്പർ 2, സ്ട്രെങ്ത്, which is always followed by a next level of blessing and ministry will come. ഇങ്ങനെ നാം ദൈവത്തിൽ നിന്നുള്ള ഇടർച്ച മാറ്റാൻ നമ്മൾ തയ്യാറായാൽ എന്ത് സംഭവിക്കും? അടുത്ത ലെവലിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ശുശ്രൂഷ, ജീവിത നിലവാരം ഇതെല്ലാം കൂടി അങ്ങ് ഉയരാൻ തുടങ്ങും. ദൈവത്തിലുള്ള ഇടർച്ച ഒഴിവാക്കിയാൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് ജീവിതം പോകും. എൻ്റെ പ്രാർത്ഥന അതാണ്. നിങ്ങളെല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും ജീവിതം അടുത്ത ലെവലിലേക്ക്, അടുത്ത നിലവാരത്തിലേക്ക് കയറിയേ പറ്റൂ. ഈ ഒഫൻഡറായിട്ടുള്ള ആളുകൾ ബോൺസായിയെ പോലെ, അറിയാലോ, വലിയൊരു ആൽമരം ഈ ടേബിളിൽ വയ്ക്കാം, നല്ല ബോൺസായി, അതിൻ്റെ ചെറിയൊരു രൂപത്തിലേക്ക് മുരടിപ്പിച്ച് വളർത്തിയെടുത്ത് അതിനങ്ങ് തുറന്നു വിട്ടിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് വളർന്ന് പല നില കെട്ടിടങ്ങളുടെ മുകളിൽ വരെ വളർന്നേനെ. എന്നാൽ ആ ആൽമരത്തെ ബോൺസായി ആക്കി വെച്ചാൽ എങ്ങനെയിരിക്കും? ഇതുപോലെയാണ് നിരവധി ദൈവമക്കളും വിശ്വാസികൾ. അവർക്ക് ശരിയായ രീതിയിൽ വളരാൻ കഴിയുന്നില്ല. സോ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ ദൈവവുമായുള്ള നിരപ്പിനൊക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് വളരാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. ഫെയിലിയർ ഇൻ ടേക്കിംഗ് ദീസ് സ്റ്റെപ്സ് വിൽ മേക്ക് യു end up in serious sin and disasters that follows. ഇങ്ങനെ നമ്മൾ നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഭയങ്കരമായ പാപത്തിലും ആപത്തിലും നമ്മൾ ചെന്ന് വീഴും. അത് വരാതിരിക്കും. ഒത്തിരി വിശ്വാസികൾക്ക് അത് സംഭവിച്ചു. നല്ല രീതിയിൽ വിശ്വാസത്തിൽ വന്നു, പക്ഷെ പലതിലും ഒഫൻഡഡായി, ഇടർച്ച വന്നു. പൗലോസിന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യം, ഒരു കാലത്ത് നിങ്ങൾ വളരെ നന്നായി ഓടിയിരുന്നു. പക്ഷെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ, എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളിൽ, ടീച്ചിങ്സിലൊക്കെ ഇടറി
അവർ ന്യായപ്രമാണത്തിലേക്കും ഒക്കെ തിരിച്ചുപോയി. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഭയങ്കര സീരിയസ് മിസ്റ്റേക്സാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസം കേട്ട ദൈവവചന നിമിത്തവും ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും കൈനീട്ടി പിടിക്കുക. അതിഭയങ്കരമായ തലവേദന പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അൾസറുകൾ സൗഖ്യമാകട്ടെ. വിധത്തിലുള്ള വേദനകൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം, സാമ്പത്തിക വിടുതൽ, ജോലി ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.